ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണം, ഈ കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയകളിൽ പല സഭകളിലെയും നേതാക്കന്മാർ, പ്രത്യേകിച്ച് റോമൻ കാതലിക് സമുദായത്തിലെ ലീഡേഴ്സ് 2-3 സിനിമകളെ കുറിച്ചുള്ളതായ അനാലിസിസ് സോഷ്യൽ മീഡിയകളിൽ ചെയ്യുന്നത് കേൾക്കുവാനിടയായി തീർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 2-3 സിനിമകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ 3 സിനിമകൾ: 1 ലൂസിഫർ, 2 ആവേശം, 3 ബോഗൺവില്ല എന്ന് പറയുന്നതായ 3 സിനിമകളെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തേത് ലൂസിഫർ എന്ന് പറയുന്നതായ ഒരു സിനിമയാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റിൽ പോയി അതിന്റെ കഥയുടെ സംഗ്രഹം ഒന്ന് വായിച്ചറിയുവാനിടയായി തീർന്നു. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലാക്കുവാനും സാധിച്ചത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിവൃത്തം, ആ കഥ എങ്ങനെയാണ് പോകുന്നത്. ഗോഡ് ഫാദർ എന്ന് പറയുന്നതായ ഒരു വ്യക്തി മരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശേഷം ഭരണചക്രം തിരിക്കുവാൻ പെട്ടെന്ന് ആരെയും ലഭിക്കുന്നില്ല. അതിന് ഫലമായിട്ട് മറ്റുള്ള ചിലർ ഭരണചക്രം തിരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു. അവരൊക്കെ പരാജയപ്പെടുന്നു. അവസാനം ലൂസിഫർ, അദ്ദേഹത്തിൻ്റെതായ സൃഷ്ടിയായ ലൂസിഫർ കടന്നു വരുന്നു. അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിന്റെ കഥ ആ രീതിയിൽ പോകുന്നതെങ്കിലും ദൈവശാസ്ത്രപരമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രോബ്ലം നമ്മളവിടെ കാണുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആ സിനിമ നിർമ്മാതാക്കൾ, അല്ലെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം മരിച്ചു, ദൈവത്തിന്റെ കൺട്രോൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതെയായി. അതിനുശേഷം പുതിയൊരു വ്യക്തിയെ ലോകം തിരയുകയാണ്. അങ്ങനെയാണ് ലൂസിഫർ കടന്നു വരുന്നത്. ദൈവശാസ്ത്രപരമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി ആയിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ലൂസിഫർ പാപത്തിൽ അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അകപ്പെട്ട ആ ലൂസിഫറിനെയാണ് നമ്മൾ പിശാച് എന്ന് വിളിക്കുന്നത്. ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പിശാച് ഇന്ന് ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ലോകത്തിന്റെ ഭരണശിലാചക്രങ്ങളെ തിരിക്കുന്നത് ഈ ലൂസിഫർ ആണ് എന്നാണ് ഈ സിനിമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ലൂസിഫറിനെ അംഗീകരിക്കുക, ആ ലൂസിഫർ ലോകത്തിന് നന്മ ചെയ്യുന്നു, ആ ലൂസിഫറിനെ ആരാധിക്കുക എന്നുള്ളതായ ഒരു മെസ്സേജാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ കൂടെ ജനത്തിന് ലഭിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പിശാചിനെ ആരാധിക്കുവാനായിട്ടുള്ള വ്യക്തിയല്ല, ലൂസിഫറിനെ അല്ല ആരാധിക്കേണ്ടത്, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ സിനിമകൾ നമ്മൾ ആരെങ്കിലും നിങ്ങൾ കാണുന്നുവെങ്കിൽ, അതിൽ ആകർഷകരായിത്തീരുന്നുവെങ്കിൽ അതിന്റെ അപകടം നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമതായിട്ട് ആവേശം എന്ന് പറയുന്നതായ സിനിമയാണ്. അതിന്റെ കഥയെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഒരു പാട്ട്, ആ പാട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവുള്ളതായിരിക്കും. ആ പാട്ടിന്റെയൊക്കെയും ചരണങ്ങളിലൊക്കെയും ഹൈലൈറ്റ് ചെയ്യുന്നതായ ചില വസ്തുതകൾ, കട്ടച്ചോര കൊണ്ട് സർബത്തുണ്ടാക്കി കുടിക്കുന്നു, അല്ലെങ്കിൽ വയലൻസ്, ഇമോറാലിറ്റി, ഇതിനൊക്കെയും ആ പാട്ടിൽ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് യൗവനക്കാർക്കൊക്കെ വലിയൊരു ഹരമായിട്ട് തീർന്ന ഒരു പാട്ടായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ കൂടി എന്ത് മെസ്സേജാണ് സമൂഹത്തില് ആ സിനിമ നിർമ്മാതാക്കൾ കൊടുക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ സിനിമയെ കുറിച്ച് പറയാൻ കാരണം, ആ സിനിമയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇലുമിനേറ്റ്സ്. ഇലുമിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു രഹസ്യ സ്വഭാവമുള്ള വൈശാചിക സംഘടനയായിട്ടാണ് നമുക്ക് ലോകത്തിൽ ആ സംഘടനയെ അറിയുവാൻ സാധിക്കുന്നത്. ലോകത്തിലെ സകല വൈശാചിക പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ സൈറ്റാനിക് വർഷിപ്പേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു സംഘടനയാണ് ഇലുമിനേറ്റ്സ്. അതിന്റെ അർത്ഥം, കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ കേരളത്തിലെ മൂവി ഇൻഡസ്ട്രീസിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ ആയിത്തീർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ സിനിമയുടെ സ്പോൺസർഷിപ്പ് ആയിരിക്കാം അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പോൺസർഷിപ്പ് അവർ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ അവർക്ക് വ്യക്തമായ അല്ലെങ്കിൽ നിഗൂഢമായ ഉദ്ദേശങ്ങൾ കാണും. ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ സഭകളെ, യൗവനക്കാരെ ഒക്കെയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സമാധാനത്തോടെ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ സോഷ്യൽ ഹാർമണിയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ളതായ സിനിമകളിൽ കൂടെ ഇലുമിനേറ്റ്സിന് സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ശാശ്വതമായി നിലനിൽക്കുന്നതായ ഒരു നല്ലൊരു കൾച്ചറിനെ തകർത്തെറിയുവാൻ ഇങ്ങനെയുള്ള സിനിമകൾക്ക് കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകളെ ദയവ് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടില്ല, കാണുകയില്ല എന്ന് ഞാൻ കരുതുന്നു.
അങ്ങനെയുള്ള സിനിമകളെ നിങ്ങളുടെ സഭകളിൽ ആരെങ്കിലും കാണുന്നുവെങ്കിൽ, അങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. അതിന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പലർക്കും ഇങ്ങനെയുള്ള സിനിമകളിൽ കാണരുത് എന്ന് യൗവനക്കാരോട് പറയാൻ പലർക്കും ഭയമാണ്. പക്ഷെങ്കിൽ ദൈവസഭയിലുള്ള ദൈവത്തിന്റെ ജനം, പാസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് സഭയിലെ അംഗങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. മൂന്നാമതായിട്ട് പിന്നീടുള്ളതായ ഒരു സിനിമയാണ് ബോഗൻവില്ല എന്ന് പറയുന്നതായ ആ സിനിമയിലെ ഒരു പാട്ടിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഥയെക്കുറിച്ച്, ഇതിവൃത്തം ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പാട്ട് ഞാൻ ശ്രദ്ധിക്കുവാനിടയായിരുന്നു. ആ പാട്ടിന്റെ തുടക്കം എന്താണ്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിന് സ്തുതി. അങ്ങനെയുള്ള ചില സ്തുതികളോടുകൂടിയാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അതിന്റെ പിന്നിൽ ആ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളതായ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത്, കർത്താവായിട്ട് കാണിക്കുന്നത് പൈശാചിക പ്രവർത്തനത്തെയും പിശാചിനെയുമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമ്പിൾസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കർത്താവ് എന്നതുകൊണ്ട് ക്രിസ്ത്യൻസ് പെട്ടെന്ന് ഓർക്കും യേശു ക്രിസ്തുവാണ്. കർത്താവ് എന്ന് പറയുമ്പോൾ ലോഡ് എന്ന് പറയുന്നതായ ഒരു അർത്ഥമേ ഉള്ളൂ. അവർ ആ പാട്ടിൽ വളരെ വ്യക്തമായിട്ട് അവര് അത് മനസ്സിലാക്കിയാണ് പറയുന്നത്. അവര് പറയുവാൻ ശ്രമിക്കുന്നത് എന്താണ്? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി പിശാചിന് ലൂസിഫറിന് സ്തുതി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്തുതി പിശാചിന് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ കള്ളമാണ് അവർ പറയുന്നത്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ പാട്ടിൽ പറയുന്ന ആകാശത്തെ ഭൂമിയെയും ഉണ്ടാക്കിയത് പിശാചാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ആ പാട്ട് മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ആവേശം, അല്ലെങ്കിൽ ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ അതിലെ അഭിനയിച്ചവർക്കോ എതിരായിട്ടല്ല പറയുന്നത്. ഇത് കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കാണുവാൻ ശ്രമിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാണ് ഇത് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് സഭയെ നശിപ്പിക്കുക അല്ലെങ്കിൽ ജനത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നതായ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ കൂടി എന്താണ് സംഭവിക്കാൻ ഇടയായിത്തീരുന്നു? ഒന്ന്, ഇങ്ങനെയുള്ള സിനിമകൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ പാടുകയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പിശാചിൻ്റെതായ ഒരു നിയന്ത്രണത്തിൽ അങ്ങനെയുള്ളവർ ആയിത്തീരുവാൻ ഇടയായിത്തീരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ പിശാചൻ നമ്മുടെ ഉള്ളിൽ കയറുവാനായിട്ട് ഇടയായിത്തീരും. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിശാചിനെ നിയന്ത്രണത്തിലാകാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിൽ കയറുവാനായിട്ട് ഇടയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അത് പൂർണ്ണമായിട്ട് തകരുവാൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നിരാശ, ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രതികൂലങ്ങളും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അടുത്തതായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പൈശാചികമായ ചില നിയമങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ അതിലോട്ട് ആകർഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തരും. ഉദാഹരണത്തിന് ലൂസിഫറിന്റെ സിനിമ അല്ലെങ്കിൽ ആവേശം അല്ലെങ്കിൽ ബോഗൻവില്ല ഇങ്ങനെയുള്ള സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാപത്തെ അവിടെ പാപമായിട്ട് ചിത്രീകരിക്കുന്നില്ല, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. അതിനുവേണ്ടിയുള്ളതായ ശ്രമം അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് നേടേണ്ടത് അതിനുവേണ്ടി ഏതും മാർഗവും നമുക്ക് സ്വീകരിക്കാം എന്നുള്ള ഇൻഡയറക്റ്റ് ധ്വനിയാണ് അവിടെ നമ്മൾ കാണുവാൻ സാധിക്കും. ഇത് വേദപുസ്തകത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണ്. വേദപുസ്തകം നമ്മുടെ ലക്ഷ്യത്തെ നേടുവാൻ വേണ്ടി പാപത്തെ സ്വീകരിക്കുവാൻ എങ്ങും പറയുന്നില്ല. വയലൻസ് നമ്മുടെ ലക്ഷ്യത്തെ നേടുവാൻ വേണ്ടി ഉപകരിക്കുന്നില്ല. പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ മരിച്ച് യേശു ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മാത്രമേ തന്നെ തങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ദൈവിക നിയമങ്ങളെ മാറ്റിമറിച്ച് പിശാച് വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ഒരു കള്ളം ഇങ്ങനെയുള്ള സിനിമകളിൽ കൂടെ പറയിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിശാച് നല്ലൊരു വ്യക്തിയല്ല. ആ സിനിമകളിലൊക്കെയും പറയുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾക്ക് യാതൊരു വിധമായ കൺട്രോളും പിശാച് ഇടുവാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് എന്തും ഇഷ്ടം പോലെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ വേദപുസ്തകം അതിനെ എതിർക്കുന്നുണ്ട്. നമുക്ക് ഫ്രീഡം ഉണ്ട്. ഫ്രീ വില്ലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ ചെയ്യരുതാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. പിശാച് പാപം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പിശാച് ജനത്തിന് നൽകുന്നുണ്ട്. ഇത് മനുഷ്യന്റെ നിത്യരക്ഷയെ നശിപ്പിച്ച് അവനെ നരകത്തിലോട്ടാണ് എത്തിക്കുന്നത് എന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കി ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കണം. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് മനുഷ്യനെ
നിത്യനാശത്തിലോട്ട്, നരകത്തിലോട്ട്, ജീവിതത്തിന്റെ തകർച്ചയിലോട്ടാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലോകത്തിലെ സംഭവഗതികൾ പരിശോധിക്കുമ്പോൾ ലോകം അതിവേഗത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ കർത്താവിന്റെ വരവിന് മുന്നോടിയായിട്ടുള്ള വിശ്വാസ ത്യാഗത്തിന്റെ ഒരു വിശ്വാസത്യാഗം ലോകത്ത് സംഭവിക്കാൻ ഇടയായി തീരുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പിശാച് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ളവർ കർത്താവിന്റെ രണ്ടാം വരവിൽ തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ ഈ ദിവസങ്ങളിൽ എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ തക്കോണം നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ നിഷ്കളങ്കരായിട്ടിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. ദിവസങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഉൾക്കണ്ണുകളെ ഈ ദിവസങ്ങൾ വ്യക്തമായി തുറന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിലോട്ട് നയിക്കുവാനും അവരെ ദൈവസന്നിധിയിൽ നിലനിർത്തുവാനും സഭയിലെ നേതൃത്വം അല്ലെങ്കിൽ സഭയിലെ പ്രായാധികത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും മൂപ്പന്മാരും സഹോദരങ്ങളും ഒരുമിച്ച് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.